സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 55 22 തിരുവചനം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ദാവീദ് എന്ന ഭക്തനായ മനുഷ്യൻ രചിച്ചതാണ്. തൻ്റെ ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങളുണ്ടായിട്ടുണ്ട്. അത് വിശദീകരിക്കുക വിസ്തൃത ഭയം നിമിത്തം ബുദ്ധിമുട്ടാണ്. വളരെയധികം ഭാരങ്ങളെന്നാൽ അവൻ മാനസികമായും ശാരീരികമായും ആത്മീയമായും പലരാൽ ബാധിക്കപ്പെട്ടു. സ്വന്തം കുടുംബത്തിൽ നിന്നും അതുപോലെ മറ്റു ശത്രുക്കളിൽ നിന്നും അവൻ അഥവാ ദാവീദ് അനുഭവിച്ച ഭാരങ്ങൾ അഥവാ കഠിനതകൾ, ശോധനകൾ, പരീക്ഷകൾ അവർണ്ണനീയമാണ്. അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ഭക്തൻ ഇവിടെ പറയുന്നത് നീതിമാൻ അഥവാ ഒരു വിശ്വാസി കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ലെന്നാണ്. തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് അതിജീവിച്ചത്, ഇതെല്ലാം ഓർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്. നിൻ്റെ ഭാരവും ദൈവത്തിൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന്. തന്നെ അഥവാ ദാവീദിനെ ജീവിതകാലം മുഴുവൻ പുലർത്തിയ, പരിപാലിച്ച, പരിപോഷിപ്പിച്ച ദൈവത്തെ ആശ്രയിക്കുവാൻ ദാവീദ് മറ്റുള്ളവരോട് ഉപദേശിക്കുകയാണ്. ജീവിതഭാരം തേറി വലയുന്ന മർത്യർക്കുള്ള ഒരു പ്രബോധനമാണ് ദാവീദ് ഇവിടെ നൽകുന്നത്. നാം ദൈനംദിനം അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളെ ഭാരമെന്ന് പറയാം. അതിലുപരിയായി പാപം ഒരു ഭാരമാണ്. പാപഭാരത്താൽ കുറ്റബോധമുണ്ടാകുന്നു. അത് നമ്മെ മാനസികമായും തുടർന്ന് ശാരീരികമായും രോഗികളാക്കുന്നു. പലതരത്തിലുള്ള ഭാരങ്ങൾ വഹിച്ച് കഷ്ടപ്പെടുന്നവരെ യേശുവും തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ദൈവമാണ് നമ്മുടെ ആശ്വാസദായകൻ. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസങ്ങൾ മറ്റാരിൽ നിന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് ജീവിതഭാരം പേറി വലയുന്ന ഓരോ മനുഷ്യനുമുള്ള ആശ്വാസവചനമാണ് ദാവീദ് രാജാവ് ഇവിടെ നൽകുന്നത്. നമ്മെ പുലർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ഒരു ദൈവഭക്തനെ തളർന്നു പോകുവാൻ, കുലുങ്ങിപ്പോകുവാൻ, തകർന്നു പോകാൻ സമ്മതിക്കാത്ത ദൈവത്തെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ദൈവമല്ലേ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, അഥവാ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സഹായത്തിനായി ഇപ്പോൾ തന്നെ നമുക്ക് ആ ദൈവത്തെ, ലോകരക്ഷകനെ തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ വസിച്ചാൽ നമ്മുടെ ഭാരം, നമ്മുടെ പാപം, നമ്മുടെ ശാപം, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അവിടുന്ന് നീക്കം ചെയ്യാനിടയാവും.
അവിടുന്ന് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ കരം പിടിച്ച് തൻ്റെ പാതയിൽ നമ്മെ വഴി നടത്തുവാനിടയാകും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി ആശീർവദിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.